അടിപൊളി പോപ്സിക്കിൾ ഉണ്ടാക്കുകയാണ്. ചൂടുകാലൊക്കെ അല്ലേ, അപ്പൊ എല്ലാവർക്കും തണുത്ത വല്ലതും കഴിച്ചിരിക്കാനായിരിക്കും ഇഷ്ടം. അപ്പൊ ഇന്ന് നമ്മൾ റെയിൻബോ പോപ്സിക്കിൾ ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഞങ്ങൾക്ക് ഇപ്പൊ തോന്നിയൊരു ഐഡിയ ആണ്. ഞങ്ങൾ കൂടുതൽ ഫ്രൂട്ട്സ് ഒന്നുമില്ല, ഇവിടെ ഉള്ള ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കണേ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഉള്ളത്: വാട്ടർമെലൺ, മാംഗോ, അവക്കാഡോ. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് കുറച്ച് ചെറിയും കൂടി എടുത്താലോ? നോക്കി വാ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ചെറി. ഇതിന് പഴുത്തത് നോക്കിയെടുക്കാം. അപ്പൊ ചെറി ഇത്രേ ആവശ്യമുള്ളൂ. ചെറിയൊരു കളർ മാത്രം മതി. അപ്പൊ നമുക്ക് ഇതിലൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. അപ്പൊ നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇത് ഫുള്ളൊന്ന് അടിച്ചെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തെടുക്കാം. ഐസിന് വേണ്ടിയുള്ളതായതുകൊണ്ട് കുറച്ചധികം പഞ്ചസാര ചേർത്തെടുക്കാം. ഇനി ജ്യൂസ് മോൾഡൊക്കെ ഒഴിച്ചെടുക്കാം. ഈ പോപ്സിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കും. ഓരോന്ന് നന്നായിട്ട് സെറ്റായിട്ട് അടുത്തത് ഒഴിക്കാൻ പറ്റുള്ളൂ. നല്ല ക്ഷമ ഉള്ളവരിൽ മാത്രം ഈ പണിക്ക് നിന്നാൽ മതി ട്ടോ. ഇനി നമുക്ക് ഇത് ഫ്രീസ് ആവാൻ വെക്കാം. പിന്നെ ഇത് ഫ്രീസ് ആയ ശേഷം ഇതിന്റെ മുകളിലാണ് നെക്സ്റ്റ് ഒഴിക്കുക. ഇനി നമുക്ക് മാംഗോ എന്ന് അടിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള പഞ്ചസാരയും വെള്ളവും ആഡ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ഫ്രൂട്ട്സും അടിച്ച് റെഡിയാക്കി വെക്കാം. ഓരോന്ന് മോൾഡിലേക്ക് ഒഴിച്ച് നല്ലോണം സെറ്റായിട്ട് അടുത്തത് ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ അവക്കാഡോ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറി ഒഴിച്ചെടുക്കാം. ചെറി നല്ലോണം സെറ്റായതിന് ശേഷം മാംഗോ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ മാംഗോ നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വാട്ടർമെലൺ ഒഴിച്ചു കൊടുക്കാം. എല്ലാതും സെറ്റായി വരാൻ കുറേ സമയം എടുക്കും. അതുകൊണ്ട് ഞങ്ങളുടെ പോപ്സിക്കിൾ പിറ്റേന്നാണ് റെഡി ആയത്. അപ്പോൾ നമുക്ക് പോപ്സിക്കിൾ റെഡി ആയോ നോക്കാം. ഞങ്ങളെ കാണാതെ പോപ്സിക്കിൾ എടുക്കുക. ഇവിടെ അടിപൊളിയായിട്ട് പോപ്സിക്കിൾ സെറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഞങ്ങൾ കുറച്ച് പാലൊഴിച്ചിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിന് ഏറ്റവും മുകളിൽ പാലാണ്. അപ്പം ആദ്യത്തെ നമുക്ക് ആദ്യം കൊടുക്കാം. എല്ലാ കളറും കൂടി ഒരുമിച്ച് വന്നപ്പോൾ ശരിക്കും റെയിൻബോ പോലെ ഉണ്ട്. നല്ല ടേസ്റ്റ്, അടിപൊളിയായിട്ട് ഓരോ കളറിനും ഓരോ ഫ്ലേവറാണ്. ഈ ചൂട് കാലത്ത് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം.